അല്ല, എന്റെ സാരിയാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ്. സാരിയുടെ വില ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നടാഷ്മോളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചാണ് 2 lakh. ഫുള്ള് ഗോൾഡ് സെറിയാണ് കേട്ടോ. വാഷബിൾ ആണോ? വാഷബിൾ അല്ല, ഗോൾഡ് സെറിയുള്ള സാരിയാണ്. ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നത് നിങ്ങളെ. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ വർഷ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാക്സിമം അവസാനം വരെ എല്ലാവരും കാണുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കല്യാണപ്പെട്ടിനേക്കാളും സുന്ദരിയായല്ലോ. കുറെ നാളെ കാണുന്നത്. ഞാൻ വേറെ അങ്ങനെ ആരോ ഫംഗ്ഷൻ പോലല്ല. നടാഷ എൻ്റെ മോളുടെ സ്ഥാനത്താണ്. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് മാത്രം വന്നതാണ്. പാട്ട് ഒരു വളരെ ഇന്നൊരു വീഡിയോയ്ക്ക് വളരെ അധിക്ഷേപിച്ചുകൊണ്ടൊരു കമൻറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അത് ഒരു സാധാരണ ഒരു ആണുങ്ങൾ പോലും വായിന്ന് പറയുന്ന രീതിയിൽ അറപ്പ് തോന്നുന്ന കുറേ വാക്കുകളാണ് ഒരു പെണ്ണിൻ്റെ വായിന്ന് വന്നത്. അത് കണ്ട് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു കമൻറ്റാണ്. ആ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ഒരു സ്ത്രീയുടെ വായിന്ന് വരുമ്പോഴത്തേക്കിനും അവർക്കുള്ള ഒരു സ്ത്രീക്കൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട് സമൂഹം. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പക്ഷേ ജാസിയുടെ ഇപ്പോൾ സർജറി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂസിനെ കുറിച്ചായിരിക്കും നടന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ആക്ച്വലി ഒരാൾക്ക് സർജറി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അത് പബ്ലിക്കിൽ പറയണോ വേണ്ടെന്നുള്ളത് അയാളുടെ മാത്രം പേഴ്സണൽ കാര്യമാണ്. കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് വാ തുറന്ന നുണ മാത്രമാണ് പറയുന്നത്. ഇവൻ വാ തുറക്കുന്നത് ഒന്ന് ദേഷ്യനും പിന്നെ നുണ പറയാനാണ്. അതായത് ഒന്ന് മറ്റേതിനും ഒന്ന് നുണ, അങ്ങനത്തെ ഒരു കമൻറ്റ് ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഭയങ്കര കാണുമ്പോൾ ഭയങ്കര. ഞാൻ പണ്ട് മുതലോ എങ്ങനെയാണ് എൻ്റെ എല്ലാ ഉയർച്ചകളും താഴ്ചകളും അറിയുന്നൊരു ഫ്രണ്ടാണ് ഹണി. കൊച്ചിയിലുള്ള ഒരു ഫ്രണ്ടാണ്. ഹണിയാണ് എൻ്റെ എല്ലാ വീഡിയോസിലും ഈ ആപ്പിൽ റിയാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ കൂടുതലും വന്ന് എന്നോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഹണി. പിന്നെ എൻ്റെ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ വന്നു പോലും വന്ന് വിളിച്ച് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് ഹണി. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഫാമിലി ഒരു കല്യാണം, അത് എല്ലാവരും വരുന്നു, എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട്. ജാസിനെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? നല്ലതല്ലേ? വാട്ട് എവർ പബ്ലിസിറ്റി ഈസ് ഗുഡ് പബ്ലിസിറ്റി. എപ്പോഴും നമ്മൾ ഫ്രണ്ട് പേജിൽ ഉണ്ടാവണം. ഇപ്പൊ ജോലിയുള്ള ആൾക്കാർക്ക് അവിടെ ഇരുന്നിട്ട് നമ്മളെ വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് അല്ലേ? നമുക്ക് ജോലിയുണ്ടോ? നമ്മളെ പോയിട്ട് വേറെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കും. ജാസി കുറെ വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? വേദന മനസ്സിലാണെങ്കിലും ശരീരത്തിനാണെങ്കിലും അത് എല്ലാവരും അനുഭവിക്കുന്നതാണ് അല്ലേ? അല്ല, ജാസി വീട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ അച്ഛനൊക്കെ അമ്മയ്ക്കൊക്കെ പറയുന്നു കുറെ. എനിക്ക് അത്ര പറയുന്നത് ഞാനൊരു കാര്യം പറയല്ലേ, ഞാൻ ജാസിക്ക് ഒരു കാര്യം പറഞ്ഞു. ഒരു വേറെ ആൾക്കാർ പറയാൻ ദുർഭാഗ്യകല്ലേ അല്ലേ? ഒരു എന്താ പറയുക, ദെയർ മെന്റലിറ്റി. നമുക്ക് ഒരു ആള് പറയുന്ന വക്കത്ത് നമുക്ക് വിഷമിക്കുന്ന ഒരു ആവശ്യമില്ല മകളെ. കാരണം ദെയർ തിങ്കിങ് അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു മെന്റലിറ്റിയാണ്. ആ മെന്റലിറ്റി സഹിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പോകാൻ പറ്റില്ല. അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല കുഴപ്പമുണ്ട്, മാറണം. ഓക്കെ, അതൊരു ലാംഗ്വേജ് വെച്ചാൽ അട്ടർ ലാംഗ്വേജ്, തേർഡ് റേറ്റ് ആളുകളുടെ ടൈപ്പ്. He is a third rated. I said no. Very third class. That called third class. വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാർ കാണുമില്ലേ? അവന്റെ അമ്മ അച്ഛൻ കാണുമില്ലേ? അവന്റെ ഭാര്യ കുട്ടികൾ ആരോ കാണുമില്ലേ? കാണും. ആൾക്കാർ വന്നിട്ട് എന്താ കമ്മ്യൂണിറ്റിയിലെ കുണ്ടിയിലെ ലോക്ക് അടിക്കാൻ പറ്റും? പക്ഷെ ആ ഒരു കമ്മ്യൂണിറ്റിനെ മൊത്തം അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലല്ലേ സംസാരിക്കുന്നത്? ഈ ആൾക്കാർ വന്നിട്ട് എന്താ കമ്മ്യൂണിറ്റിയിലെ കുണ്ടിയിലെ ലോക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കടപ്പമാരത്തെ പ്രശ്നമില്ല, നദിയുണ്ടോ അല്ലേ? അത് മാറണം. റീച്ചിന് വേണ്ടി നുണ പറയുന്നു. ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഞാൻ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞതും ഒക്കെ ഞാൻ ഒരിക്കലും നുണ പറഞ്ഞില്ല. ഗർഭിണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ റീൽസിലൂടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതെ, ഞാൻ പ്രഗ്നൻസി ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോ പഴയ റീൽസിലുണ്ട്. ഇവിടെ ഞാൻ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മാത്രമല്ല പ്രഗ്നൻസി ആയിട്ടുള്ള പ്രസവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ ട്രാൻസ്വുമൻസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊന്നും പറയുമ്പോൾ വിവാദമല്ലേ. ജാസി പറയുമ്പോൾ എന്തിനാ ഇത്രത്തോളം വിവാദങ്ങളും ആൾക്കാരത് ഏറ്റെടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഇതൊരു കണ്ടന്റ്, എനിക്കൊരു കണ്ടന്റ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. എന്തായാലും നെഗറ്റീവ് കമൻസിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് പറയാന്നുണ്ടെങ്കിൽ സീരിയസ്ലി എനിക്ക് അത്രയും മോശമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. ഒന്നാമത് അങ്ങനെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ 2026 എനിക്ക് ഇനി അങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. അവര് പറയുമ്പോൾ അതങ്ങനെ പറയട്ടെ. പക്ഷെ എൻ്റെ അച്ഛനെ പറഞ്ഞത് എൻ്റെ മനസ്സിലായിരിക്കും. ജാസി അതല്ല,
ട്രാൻസിനും. ജാസി അതല്ല, ജാസി ഒരുപാട് നുണ പറയുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഇല്ല, ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ റെനെ മെഡിസിറ്റീസ് പോയി സർജറി ചെയ്ത വ്യക്തിയാണ്. അവിടെ സർജറി ഇല്ല, അല്ലെങ്കിൽ അവിടെ വേറെന്തോ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ ചെയ്ത സർജറി എന്താണെന്നത് എനിക്കിപ്പോൾ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അത് ഒരാളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എത്രയോ ആൾക്കാർ സർജറി ചെയ്യുന്നുണ്ട്. അവർ സർജറി ഒന്നും എന്ത് സർജറി ആണെങ്കിൽ അവർ ഏത് സർജറി ചെയ്തെന്നൊന്നും ആൾക്കാർ അന്വേഷിക്കുന്നില്ല. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് ഇത്ര വലിയ പ്രോബ്ലം. അത് ചിലർക്ക് കിട്ടും, ചിലർക്ക് ഭയങ്കര സപ്പോർട്ടാണ്, ചിലർക്ക് അത് എന്താണെന്ന് എൻ്റെ വായോണ്ട് പറയണം. അത് പറയാം, ബാഡ് കമന്റ്സ് ഇടുന്ന ഞങ്ങൾ ജാസിനെ അല്ലെങ്കിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. സോ കുറ്റം പറയുന്നവർക്ക് എന്നോട് ചോദിക്കാറുണ്ട്, ജാസി ഇത്രയും വലിയ സംസാരിക്കാൻ ജാസിയായിട്ട് എന്താ റിലേഷൻ, എന്ത് ബന്ധമാണ്? ജാസി എൻ്റെ മകളാണ്, ഞാൻ മകൾ. അവൾ എന്നെ അമ്മ അന്ന് മുതലും ഇന്ന് വരെ അമ്മ തന്നെയാണ് വിളിക്കുന്നത്, മമ്മി തന്നെയാണ് വിളിക്കുന്നത്. അതിലേക്കപ്പുറം അവൾ എനിക്ക് ഇതുവരെ ഒരു വാക്ക് അവളുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. ഞാനും അങ്ങനത്തെ തന്നെയാണ് കേട്ടോ. സർജറിക്ക് ശേഷം എന്തായാലും ജാസി വളരെ ഹാപ്പി ആയിട്ടാണ് ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ കമന്റിൽ ഒരുപാട് പേര് എന്നെ അക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അതെ, എല്ലാ സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ആശി എവിടെ? ആശി വന്നിട്ടില്ല, ആശി വേറെ പണിയിൽ പോയില്ല. ഓക്കെ, ശരി, ബൈ. ബൈ ബൈ, താങ്ക് യു. താങ്ക് യു. എവിടെ നാട്ടിലേക്ക് പോകണ്ടോ? കുറ്റിപ്പുറം പോകുന്നുണ്ടോ? പോയി, ഞാൻ പോയി വന്നു. അവരൊക്കെ ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി. എൻ്റെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, എൻ്റെ എളാപ്പൻ്റെ മകൻ്റെ കല്യാണം. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും അവർ പോപ്പുലർ ആകുന്നതെന്ന് ചോദിച്ചാൽ ഈ മീഡിയ കവറേജ് കണ്ടില്ല. ഓൺലൈൻ മീഡിയകളാണെങ്കിൽ തന്നെയും അവർക്ക് ഇത്രയും മീഡിയ കവറേജ് കൊടുക്കുന്നതിൻ്റെ കാര്യം കൊണ്ടാണ് ഈ ട്രാൻസിന് ഇത്രയും ഒരു ഹൈപ്പ് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത്. ഈ ജാസിയെ പോലുള്ളവർ ഒരുപാട് വളർന്നു വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തൊന്നും കുഴപ്പമില്ല. അവർ വളരുന്നതിലും അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരുന്നതിലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഈ ജാസിയെ പോലുള്ള ഗുണം കാണിക്കാതിരുന്നാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് വേറൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.